വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ കുറേ നാളായില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ അപ്ലോഡ് ആക്കിയിട്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമന്റ്സും ഡേ ഇൻ മൈ ലൈഫ് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എനിക്ക് നിസ്കാരമില്ല, അതുകൊണ്ടൊന്ന് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റത്. ലേറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചധികം ലേറ്റായി. 9 മണിയൊക്കെ എണീക്കുമ്പോൾ. അപ്പോൾ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി ബ്രഷ് ചെയ്യുക, എന്നാലാണ് പോയ ബോധങ്ങളൊക്കെ ഒന്ന് തിരിച്ചു വരുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ന്യൂട്രിഡേമിന്റെ ഡീടോക്സ് ക്ലെൻസർ വെച്ചിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യും. ഇത് ജസ്റ്റ് ഒരു ക്ലെൻസർ അല്ല, ഇതിന്റെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു ഡെയിലി റീസെറ്റ് ആണ്. ഇതിൽ 2% ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡെഡ് സ്കിൻ സെൽസിനൊക്കെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ക്ലീൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആൻഡ് ബ്രൈറ്റർ ആക്കും. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊല്യൂഷനിൽ നിന്നും ഫ്രീ റാഡിക്കൽസിൽ നിന്നും ഈ ഒരു ക്ലെൻസർ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് പെർഫെക്റ്റ് ഫോർ സിറ്റി ലൈഫ്. ആൻഡ് ഇതിലുള്ള സോഡിയം PCA നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആയിട്ടും ഫ്രഷ് ആൻഡ് പ്ലംബ് ആയിട്ട് വെക്കും. ഇനി ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാലുള്ള അടുത്ത പരിപാടിയാണ് മോയ്സ്ചറൈസിങ്. ഇത് ന്യൂട്രിഡേമിന്റെ തന്നെ മോയ്സ്ചറൈസിംഗ് ലോഷൻ ആണ് വിത്ത് വൈറ്റമിൻ ഇ. ഈ ഒരു മോയ്സ്ചറൈസർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ആൻഡ് ഡെർമറ്റോളജിസ്റ്റ് റെക്കമെൻഡഡ് ആണ്. ഇതിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ ഇ ഫോസ്ഫേറ്റ് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ മാത്രമല്ല സ്കിന്നിനെ റിപ്പയർ ചെയ്യാനും എന്തെങ്കിലും റെഡ്നെസ് ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമാണ് ആക്നെ സ്പോട്സും ഫൈൻ ലൈൻസും. അത് രണ്ടും പ്രിവെന്റ് ചെയ്യാൻ ഇത് ബെസ്റ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നോൺ ഗ്രീസിയുമാണ്. ഈ രണ്ട് പ്രോഡക്ട്സ് ആണ് എൻ്റെ ഫ്രഷ് ലുക്കിംഗ് ഹെൽത്തി സ്കിന്നിന്റെ എവറിഡേ കോംബോ. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐബീരിയ സ്കിൻ ബ്രാൻഡ് വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂട്രിഡേം ഇന്ത്യസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റ് ആയിട്ട് കൊടുക്കാം. ആൻഡ് പ്രൊഡക്റ്റ് ഞാൻ യൂട്യൂബ് കാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി മേടിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ രണ്ട് പ്രൊഡക്ട്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഡെയിലി സ്കിൻ കെയർ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് പരിപാടി ചെയ്യണതിൻ്റെ മുന്നേ ഇതുപോലെ ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വെക്കാറുണ്ട്. ഇതിൽ എഴുതി വെക്കണ എല്ലാം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ എന്തൊക്കെയോ ചെയ്യണം എന്നുള്ള ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അത് മാറി കിട്ടും. ടു ഡു ലിസ്റ്റ് മാത്രമല്ല, ഷോപ്പിംഗ് ലിസ്റ്റും പിന്നെ വീഡിയോ ഐഡിയാസും എല്ലാം ഞാൻ ഈ ഒരു ബുക്കിലാണ് ഇപ്പോൾ എഴുതി വെക്കാറ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ചെയ്ത ടാസ്കുകളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം ഡെയിലി രാവിലെ കുടിക്കാറുണ്ട്. പണ്ടൊക്കെ ഞാൻ കോഫിയാണ് കുടിച്ചിരുന്നത്, പക്ഷെ അത് എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിക്കുന്നത് ഹെൽത്തിന് അത്ര നല്ലതല്ല. അതുകൊണ്ട് ഇപ്പോൾ കുറേ നാളായിട്ട് ചൂടുവെള്ളമാണ്. ആൻഡ് ഈ ഒരു ബുക്കില്ലേ ഖദീജ, എല്ലാവരും ഭയങ്കര ഹൈപ്പ് കൊടുക്കണം കണ്ടു. അത് കണ്ടിട്ട് മേടിച്ചതാണ്. വായിച്ച് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ആൾക്കാർ ഹൈപ്പ് കൊടുക്കുന്നത് വെറുതെ അല്ലാതെ. ഒറ്റയിരിപ്പിനൊക്കെ വായിച്ചു തീർക്കാൻ പറ്റിയ ബുക്കാണ്. പക്ഷെ ഞാൻ 2-3 പേജൊക്കെയാണ് ഡെയിലി വായിക്കാറുള്ളൂ. അങ്ങനെ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വിശപ്പിൻ്റെ വിളി വരുന്നത്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയും ചിക്കൻ കുറുമയാണ് എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ കുറച്ച് ആക്രി പറക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ളത്. ഇതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഐഡിയയാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ക്രഷ് അടിച്ചു. സേവ് ചെയ്ത് വെച്ചിട്ട് മാസങ്ങളായി. എന്തേ ഇത്ര നാൾ ചെയ്തില്ല എന്നുള്ളതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഈ ഒരു ടൈപ്പ് ഓഫ് പേപ്പർ കവർ ഇല്ലേ, അത് ഇപ്പോഴാണ് കിട്ടുന്നത്. ഉണ്ടാക്കാനും സിമ്പിളാണ്, എന്നാൽ ലുക്കോ അടിപൊളിയാണ്. അങ്ങനെ ഒരു 1.5 മണിക്കൂർ അതിൻ്റെ പുറത്തിരുന്നു വീഡിയോ ഷൂട്ടിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട്. ഇന്നാണെങ്കിൽ പതിവില്ലാതെ നല്ല മഴ ഒക്കെ പെയ്യുന്നുണ്ട്. പക്ഷെ ചൂടിന് വലിയ കുറവൊന്നുമില്ല കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മഴ ആസ്വദിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഈ കുത്തബ് മിനാർ പോലത്തെ ഓർഗനൈസറിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഇത് ഞാൻ മേടിക്കുമ്പോൾ 1200+ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇന്നലെ റേറ്റ് നോക്കിയപ്പോൾ 999 സെയിൽ നടക്കുന്നത്. ഇത് ഞാനൊന്ന് നേരത്തെ വാങ്ങേണ്ടതായിരുന്നു. കാരണം ഭയങ്കര സ്പേഷ്യസ് ആണ്. എൻ്റെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ ഇതിൽ വെച്ചിട്ടും പിന്നെയും ഒരു കള്ളി ഫ്രീ ആയിട്ട് കിടക്കിയിരുന്നു. ആദ്യത്തെ കള്ളിയിൽ എനിക്ക് എപ്പോഴും ആവശ്യം വരുന്ന സ്റ്റിക്കേഴ്സും പിന്നെ സ്കെച്ച് പെൻസ് അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് വെച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ കള്ളിയിൽ എനിക്ക് കൊളാബറേഷനായിട്ടും ഗിഫ്റ്റായിട്ടൊക്കെ കിട്ടിയിട്ടുള്ള കുറേ ടംബ്ലേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എടുത്ത് വെച്ചു. ഇതിൽ കുറച്ച് ഐറ്റംസ് ഒക്കെ റീഗിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ആ പാക്കറ്റ് പൊട്ടിക്കാണ്ട് തന്നെ വെച്ചിട്ടുള്ളത്. അത്രയും വെച്ചിട്ടും പിന്നെയും കുറച്ച് എന്തെങ്കിലുമൊക്കെ കുത്തിക്കയറ്റാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കയ്യിൽ. ഇനി അടുത്ത കള്ളിയിൽ എൻ്റെ കയ്യിലുള്ള കുറേ പ്ലാനേഴ്സ്, മിനി ബുക്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഈ ഒരു ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ആ ബോക്സിന് അങ്ങനെ തന്നെ അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡൈക്കറ്റ് സ്മാർട്ടിന് വെച്ചിട്ടുള്ള ആ ഒരു ഡ്രോയറിനെയും പിന്നെ ലെനാൻ്റെ കുറച്ച് ഐറ്റംസും അതിലാണ് വെക്കണത്. ഇനി നെക്സ്റ്റ് കള്ളിയിൽ ഒരു കാലത്ത് നമ്മുടെ ടേബിളിന് മുകളിൽ ഓൾ ഇൻ ഓൾ ആയിട്ടുണ്ടായിരുന്ന 2 ക്രേറ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അവരെയാണ് വെച്ച് കൊടുക്കുന്നത്. അതിൽ ഫുള്ള് ജേർണൽ സപ്ലൈസും വാഷി ടേപ്പും അങ്ങനെയൊക്കെയാണ്. പിന്നെ ലെനാൻ്റെ കുറച്ച് ജേർണൽസും ബുക്സും അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് ആ കള്ളിയിൽ വെച്ചത്. ഇനി ലാസ്റ്റ് കള്ളി വെറുതെ ഫ്രീ ആക്കിയിട്ടുണ്ടെങ്കിൽ വിചാരിച്ചിട്ട് ഈ ഒരു ബാഗ് എൻ്റെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി നമ്മുടെ ഓർഗനൈസിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 12 മണി 12:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ എനിക്ക് കഴിക്കാനുള്ള ഒന്നും ഉണ്ടാക്കല്ല, ഇന്നൊന്ന് വിസ്തരിച്ച് കുളിക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഒരു ഹോം മെയ്ഡ് ബോഡി സ്ക്രബ് ഉണ്ടാക്കലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരിപ്പൊടി, കോഫി പൗഡർ പിന്നെ കുറച്ച് വെള്ളം, ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു സ്ക്രബ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുൾ ബോഡി സ്ക്രബ് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം എടുത്തിട്ടുള്ളത്. ഇത് ഡെയിലി യൂസ് ചെയ്യാനൊന്നും പാടില്ല, വീക്ക്ലി വൺസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഇതൊക്കെ തേച്ചിട്ട് വിസ്തരിച്ചൊരു കുളി വിളിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞാൽ പിന്നെ വിശക്കും. അത് ഒരു 1.5 വിശപ്പ്. നമ്മുടെ ഇന്നത്തെ ലഞ്ചാണ് അച്ചാറ്, പേരറിയാൻ പാടാത്ത എന്തൊരു മീനി, ചെറുപയർ ഉപ്പേരി പിന്നെ 2 പപ്പടം. എൻ്റെ ഒരു ഫേവറേറ്റ് കോംബോ ആണ് ഇതാ ഈ ഒരു പ്ലേറ്റ്. എനിക്ക് കറി ഒഴിച്ച് ഫുഡ് കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. സാമ്പാറൊക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലാത്തപ്പോൾ എനിക്കിങ്ങനെ ഡ്രൈ ആയിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കൊറിയർ വരുന്നത്. പർപ്പിൾ എന്നാണ് വന്നിട്ടുള്ളത്. കൊളാബറേഷന് വേണ്ടിയിട്ടുള്ളൊരു കൊറിയറാണ്.
ഇതിൽ ലാക്മേയുടെ ഡ്രൈ മാറ്റ് സൺസ്ക്രീനിന്റെ ഒരു കുഞ്ഞ് ട്യൂബ് ഉണ്ടായിരുന്നു. സാമ്പിൾ ആണെന്നാണ് തോന്നുന്നത്. ഒറ്റവട്ടം യൂസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മെയിൻ ഐറ്റം ഇതാണ്. ഇത് എൻവയുടെ വെൽവെറ്റ് മൂസ് ലിപ്സ്റ്റിക് ആണ്. ഇത് ഓൾറെഡി എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സ് ആണ്. അതാണ് ഒരു വീട് വെച്ച് നിൽക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 4:30 ഇപ്പോൾ ഞാനും ഉമ്മയും കൂടിയിട്ട് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഉമ്മ വീട്ടിൽ നിന്ന് ആര് പുറത്ത് പോകണമെങ്കിലും ഈ പീക്കിരിക്ക് അവരുടെ കൂടെ പോകണം. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാക്ക് എന്തൊക്കെയോ മേടിക്കാറുണ്ട്. ആൻഡ് എനിക്ക് ഓട്ടം മേക്കോറിനുള്ള കുറച്ച് സപ്ലൈസ് മേടിക്കാറുണ്ട്. ഈ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയാലുള്ളൊരു പ്രശ്നമാണ് ഇത് എടുക്കരുത് എന്ന് ഉള്ളുന്ന ആരോ പറയും. പക്ഷെ നമ്മുടെ കൈ ഇൻവോളണ്ടറി ആയിട്ട് അതൊക്കെ പറക്കിയെടുക്കും. പക്ഷെ ബില്ല് ചെയ്യാൻ നേരം റിഗ്രറ്റ് അടിക്കും. അപ്പോൾ പല സാധനങ്ങളും തിരിച്ചുകൊണ്ട് വെക്കുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് സ്നാക്സും പിന്നെ ഉമ്മാക്ക് എന്തൊക്കെ വേറെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്നിട്ട് ആക്ച്വലി പോയത് ക്രാഫ്റ്റ് ഷോപ്പിലേക്കാണ്. പക്ഷെ ആ ഒരു ധൃതിയിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ യാസീൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ വന്നു. അവൽ മിൽക്കിൻ്റെ ഷോപ്പാണ്. ബട്ട് അവിടുത്തെ അവക്കയുടെ ഷേക്ക് ഒരു രക്ഷയില്ല, അത്ര അടിപൊളിയാണ്. ഇനി ഞാൻ എന്തൊക്കെ മേടിച്ചെന്ന് കാണിച്ചു തരാം. 2 കവറൊക്കെ കാണുമ്പോൾ എന്തൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് വിചാരിക്കും. കുറച്ചേ ഉള്ളൂ. സോ ആദ്യം ഈ ഒരു കാർഡ്ബോർഡ് റോളാണ് മേടിച്ചത്. പിന്നെ ഈ ഒരു ഫോം ബോർഡ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് യൂസ് ഉണ്ടാവുമോ ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഉണ്ടാവും. പിന്നെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് വാങ്ങിയിട്ടുണ്ട്. ഒരു വലിയ ക്യാൻഡിൽ വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പെബിൾസ് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ജൂട്ട് ത്രെഡ് വാങ്ങിയിട്ടുണ്ട്. കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയിട്ട് 2 ബലൂൺ എടുത്തിട്ടുണ്ട്. 6 രൂപക്ക് ഈ ഒരു സ്റ്റിക്കർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഗ്ലാസ് ജാർസും. ഇത്രയാണ് നമ്മൾ എടുത്തത്. ഇനിയാണ് എൻ്റെ കുറച്ച് റിലാക്സിങ് ടൈം. അതായത് ഞാൻ ഈ റൂമത്ത് ട്യൂബ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട് ഒരു ഡിം ലൈറ്റ് ആക്കും. പക്ഷെ വീഡിയോയിൽ ആ ഒരു ഭംഗി അങ്ങോട്ട് എടുത്തറിയണില്ല. എന്നിട്ട് ഒന്നെങ്കിൽ ഇതുപോലെ ബുക്കിരുന്ന് വായിക്കും, അല്ലെങ്കിൽ ജേർണലിങ് ചെയ്യും, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഫോണിൽ വിളിച്ച് 1.5 മണിക്കൂർ അങ്ങനെ ഇരിക്കും. ഇതൊന്നും ഡെയിലി ചെയ്യുന്ന പരിപാടിയല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിസ്കാരമില്ലാന്ന്. അപ്പോൾ 6:30 മുതൽ 8 മണി വരെ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കും. ആ ടൈമിലാണ് ഈ പരിപാടികളൊക്കെ. അങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഈ ബിങ്കു മേടിച്ച കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ പിന്നെ ഒരു ഫിലിമൊക്കെ കണ്ടിട്ട് എൻജോയ് ചെയ്യാൻ വിചാരിച്ചു. പണ്ടത്തെ മലയാളം ഫിലിംസാണ് സെർച്ച് ചെയ്ത് നോക്കിയത്. പക്ഷെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഡ്രാമ കാണാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ 2 വർഷം മുന്നേ ഓൾറെഡി കണ്ടതാണ്. എനിക്കിങ്ങനെ കണ്ട ഡ്രാമാസിനെ വീണ്ടും കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡ്രാമയുടെ പേര് പുട്ട് യുവർ ഹെഡ് ഓൺ മൈ ഷോൾഡർ. ഇപ്പം അത് 18th എപ്പിസോഡ് ആയിട്ടുണ്ട്. അങ്ങനെ ഡ്രാമൊക്കെ കണ്ടു കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഉച്ചക്കാലത്തെ സെയിം ഫുഡ് തന്നെ ആയിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഡ്രാമയുടെ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉറങ്ങാൻ നേരം ഇപ്പോൾ ഫേസൊക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തു. പിന്നെ മോയ്സ്ചറൈസർ, ലിപ് ബാം, അത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ നൈറ്റ് റൂട്ടീനും. സാധാരണ ഞാൻ അങ്ങനെ മോയ്സ്ചറൈസർ രാത്രി എടുക്കുമ്പോൾ യൂസ് ചെയ്യാറില്ല. കാരണം ഭയങ്കര ഹെവി ഫീലിംഗ് പോലെ തോന്നും. പിന്നെ എൻ്റെ കുറച്ച് ഓയിലി സ്കിൻ ആയതുകൊണ്ട് രാത്രി മോയ്സ്ചറൈസർ ഇട്ട് കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അങ്ങനെ ബൾബ് കത്തി നിൽക്കണ പോലെയാണ് കുരു വരാറ്. പക്ഷേ ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, ഇത് അടിപൊളിയാണ്. ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഹെവി ഫീലിംഗ് ഉണ്ടാവില്ല. ഈ ഒരു ബ്രാൻഡിൻ്റെ തന്നെ ഡെർമാവൈവ് എന്നുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ അടിപൊളിയായിരുന്നു. ഡെയിലി യൂസ് ചെയ്തിട്ട് അതും തീർന്നുപോയി. അപ്പോൾ നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കിടന്നു ഉറങ്ങാം. ഉറങ്ങാന്നൊക്കെ പറയുമ്പോൾ ബെഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ കയറി കിടന്ന് ഉറങ്ങുന്നില്ല കേട്ടാ. വീണ്ടും കുറച്ചു നേരം ഫോണിൽ തോണ്ടിയിരിക്കും. റീൽസ് അങ്ങനെ ഞാൻ കാണാറില്ല. ഒന്നെങ്കിൽ സീരീസ് അല്ലെങ്കിൽ പിൻട്രസ്റ്റ്. ഇന്നിപ്പോൾ ഓൾറെഡി 2 എപ്പിസോഡ് സി ഡ്രാമ കണ്ടതുകൊണ്ട് അത് കാണാനുള്ളൊരു മൂഡില്ല. അപ്പം ഞാൻ പിൻട്രസ്റ്റ് എടുക്കും. ഇങ്ങനെ വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഈ ഡീമോട്ടിവേറ്റഡ് ആയിട്ടിരിക്കുന്ന സമയമൊക്കെ ഉണ്ടല്ലോ, ആ ടൈമിൽ വേണം പിൻട്രസ്റ്റ് തുറന്നു നോക്കാൻ. ഇതിൽ കുറേ ഇങ്ങനെ എന്തൊക്കെയോ കാണും. ഇവിടുന്നോ തുടങ്ങി വേറെ എവിടേക്കോ ചെന്ന് നിൽക്കും. പക്ഷേ ബ്രെയിൻ സെൽസ് ഭയങ്കരമായിട്ട് ആക്ടിവേറ്റഡ് ആവും. ഞാൻ എൻ്റെ കാര്യം കേട്ടോ പറഞ്ഞത്. ഇടയ്ക്ക് എനിക്ക് ക്രാഫ്റ്റ് ചെയ്ത് മടുക്കും. ആ സമയത്ത് ഞാൻ പിൻട്രസ്റ്റ് എടുത്ത് നോക്കും. അപ്പം അങ്ങനെ പുതിയ ഐഡിയാസ് ഒക്കെ കാണുമ്പോൾ ആഹാ കൊള്ളാലോ, ഉണ്ടാക്കി വെക്കണം, അങ്ങനെ ഒരു ഫീലിംഗ് വരും. ആ ഒരു ഫീലിംഗ് ഒരു വല്ലാത്ത മോട്ടിവേഷനാണ്. അതുകൊണ്ടാണ് ഈ 1.25 വർഷമായിട്ടും ഞാൻ സ്റ്റിൽ യൂട്യൂബിൽ ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ സ്ക്രോളിംഗ് ഒരു നെവർ എൻഡിങ് സ്ക്രോളിംഗ് ആണ്. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മളെല്ലാവരും ഉറങ്ങാൻ പോണ നേരത്താണ് ഒരാളിവിടെ ഉറക്കം എണീറ്റ് വരുന്നത്. ഉറക്കം കഴിഞ്ഞിട്ടുള്ള ഗ്രൂമിംഗ് ആണ് ഇതാ ഈ കാണുന്നത്. ഇനിയാണ് ഇവളുടെ വിളയാട്ടം. ഉറക്കത്തിൽ എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളമൊക്കെ കേൾക്കും. പക്ഷേ രസമാണ് ഞാനൊരു പൂജക്കുട്ടി വീട്ടിലുള്ളത്. സോ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട.